അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. നേരത്തെ നമ്മുടെ സഹോദരൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഒരു വിദേശിയെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ദേശത്തെ ബീച്ചിൽ നിന്നും മാലിന്യങ്ങളൊക്കെ എടുത്ത് സംസ്കരിച്ചുകൊണ്ട് എന്തോ ഒരു സന്ദേശം നൽകുന്നു. മലയാളികളുടെ മനസ്സിൽ കുടുങ്ങിക്കിടക്കുന്ന ചണ്ടിയായി കിടക്കുന്ന മാലിന്യങ്ങളെ വൃത്തിയാക്കാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്ന് കുറച്ച് ലജ്ജയോടുകൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ പെട്ടിപ്പാലത്ത് നിന്ന് വീണ്ടും മുന്നോട്ട് പോയാൽ തലശ്ശേരിയിൽ എത്തുമ്പോൾ ഒരു നാറ്റം, അവിടുന്ന് വീണ്ടും കുറെ മുന്നോട്ട് പോയി നടാല് ബൈപ്പാസ് കഴിഞ്ഞത് ബൈപ്പാസിന്റെ എൻഡിങ്ങിൽ അവിടെ ആ ടേണിങ്ങിലെത്തിയാൽ മറ്റൊരു നാറ്റം. ആ നാറ്റത്തിൽ നിന്നും ഒരൊഴിവ് കിട്ടി കുറച്ചു മുന്നോട്ട് പോകുമ്പോൾ താഴെ ചൊവ്വ റെയിൽവേ ഗേറ്റ് പരിസരത്ത് മറ്റൊരു നാറ്റം. അങ്ങനെ ഓരോ ബസ് സ്റ്റോപ്പ് പോലെ ഓരോ നാറ്റ സ്റ്റോപ്പുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ജനങ്ങളുടെ നിലവിളി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പെട്ടിപ്പാലം പോലെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. പക്ഷേ ഭരണാധികാരികൾ കണ്ണു തുറക്കുന്നില്ല. ഭരണാധികാരികൾക്ക് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ല. എന്റെ കാരണം അവർക്ക് ഇതിൽ പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. എന്നാൽ